സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മൾ ഒരു അയൺ ഫാമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കുറച്ച് പണിയുണ്ട് ഗൈസ്, കുറേ ഗൈസ്. ഞാൻ മറ്റേ സ്കിന്നെടുത്ത് ഇതാദ്യം കാണിച്ചു തരാം. എങ്ങനെ കൊണ്ട് ഗായ്സ്, എങ്ങനെ കൊണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സൂപ്പർലാ. നമുക്ക് എന്തായാലും നമ്മുടെ പണിയിലേക്ക് ഇറങ്ങാം. വേറെ ഏതെങ്കിലും സ്കിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എടുക്കണമെങ്കിൽ ഒന്ന് പറയട്ടോ ഗൈസ്. പിന്നെ നമ്മുടെ ഇൻട്രോയിൽ വരുന്ന ആ ബാക്കിലിരുന്ന ഒരു ഗൗണുണ്ടല്ലോ, അതും കൂടി എടുക്കാനൊരു പ്ലാൻ ഉണ്ട്. ചിലപ്പോൾ അതും കൂടി എടുക്കൂട്ടോ, അടുത്ത വീഡിയോ ആകുമ്പോഴത്തേക്കും നമ്മൾ സെറ്റാക്കാം. അപ്പം ഇതൊക്കെ ചപാന്ന് അടിച്ച് പൊളിക്കണം. ഈ കല്ലെടുത്ത് ഫർണറിലിട്ട് അത് സ്റ്റോണാക്കി മാറ്റാം. എന്നിട്ട് നമുക്ക് അത് എന്താ പറയുക, വേറൊരു സ്റ്റോൺ ആക്കണം ഗൈസ്. ഇവിടെ മൊത്തം ഞാൻ ചെസ്റ്റ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാന്നുള്ള രീതിയിലാണ്. സോ അങ്ങനെയൊക്കെ ഇവിടെ എടുത്ത് ഈ കലാക്കി മാറ്റിയിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും വരാത്തത് അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൻ്റെ ഒരു പണിയിലായിരുന്നു ഗൈസ്. ഗൈസ് ഇതുണ്ടാ, ഇത് അയ്യോ, ഞാനാണെങ്കിൽ ഒന്നും എടുത്തില്ല. നമുക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. എന്താപ്പം ചെയ്യുക പൊടാ മേലോട്ടാണെങ്കിൽ കയറാനോ ഇല്ലല്ലോ. ഓടിക്കും അതായിരിക്കും ഓടിക്കും. എങ്ങോട്ടാണ് ഓടണ്ടേ? ഇങ്ങോട്ട്. അയ്യോ ഗൈസ്, നമ്മളെവിടെയെങ്കിലും പറഞ്ഞു വന്ന് അവിടെ കുഴിച്ചു പകരം നമ്മുടെ ആദ്യത്തെ ഒരു മൈനിങ് സ്പോട്ടില്ലേനും, ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കേവിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയിട്ടുള്ള അവിടെയാണ് നമ്മളെത്തി. എൻ്റെ അടുത്താണെങ്കിലോ ഒരു സാധനവും ഇല്ല. പിന്നെ നമുക്ക് ഇവിടെ നിന്നൊരു 100 മീറ്ററിൻ്റെ മുകളിൽ പോകണം ഗൈസ്. നമ്മുടെ ക്രോഫാം നമുക്ക് ഒന്നുകൂടി ഉണ്ടാക്കണമെന്നുണ്ട്. എവിടെയും എല്ലാം നടത്താം. കുറച്ച് ദൂരെ എത്തിയിട്ടുണ്ട് ഗൈസ്, ഒരു 288. എവിടെ ഗൈസ്, സൂര്യകാന്തി നമുക്ക് എടുക്കട്ടോ. ഇവിടെയായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് നമുക്ക് വലിയ സ്ഥലമൊന്നും വേണ്ട, കുറച്ച് സ്ഥലം എന്തായാലും വേണം. പിന്നെന്താ നമുക്ക് പിന്നെന്താ പണി? അവിടുത്തെ പുല്ലൊക്കെ അടിച്ച് പൊളിക്കുക എന്നുള്ളതാണ് പിന്നത്തെ ഒരു പണി. പുല്ലടിച്ച് പൊളിക്കുക ഗൈസ്. പിന്നെ ജസ്റ്റ് ഇതുപോലെ കണക്ട് ചെയ്ത് രീതിയിൽ വെക്കണം. ഇവിടെ ഇങ്ങനെ തന്നെയല്ലേ? പിന്നെ ഇവിടെ ഇങ്ങനെ കല്ല് വെക്കുക. പിന്നെ ഒരു 12 അടി നമുക്ക് മേലോട്ട് പോകണം. 12 അടി മീൻസ് 12 കല്ല്. സോറി ഗൈസ്, മാറിപ്പോയതാണ്. 12 കല്ലാണ്. 12 കല്ല് മേലോട്ട് പോവുക. ഓക്കെ റെഡി ആയിട്ടുണ്ട്. അയ്യോ ഗൈസ്, ഞാൻ പ്രോ ആയിനും അങ്ങനെ ഓടി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. വെള്ളം എടുത്തിട്ടുണ്ട്, കല്ലും എല്ലാം എൻ്റെ ഉള്ളിൽ പോയി എടുക്കാം. ഗൈസ്, എൻ്റെ ചെസ്റ്റ് ആയിട്ട് കണക്റ്റ് ആവുന്നില്ല, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. ഒന്ന് കമൻറ്റ് ചെയ്യേ. നമുക്ക് എവിടെയും കൂടി ചെയ്യാം. ഒന്നുണ്ട് ചെയ്താൽ ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഗൈസ്, ഞാൻ പറഞ്ഞില്ല പ്രോ. ഇനി നമുക്ക് മേലോട്ട് കയറി അവിടെ ഒരു കല്ല് വെക്കണം. അതുവരെ നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. വെള്ളം കുറച്ച് കൊടുത്ത് മേലോട്ട് ഒരു 5 അടി താഴോട്ട്. 12ൻ്റെ മുകളിൽ നിന്ന് 5 അടി താഴോട്ട് ഞാൻ വെച്ചിട്ട് ഗൈസ്. ഇനി നമുക്ക് മുകളിലോട്ട് കയറാം. അതിന് മുമ്പേ ഗ്ലാസ് വെക്കാം. നമുക്ക് കുറച്ച് സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി ഗ്ലാസ്സൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ആ 5 അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു കല്ല് പോലെ 5 വെച്ചിട്ടുണ്ടാക്കാം ഗൈസ്. ഇത് 4 പോയിട്ടുണ്ട്, പിന്നെ 5ലേക്ക് മാറ്റുന്നുണ്ട്. 5 അടി, 5 കല്ല് ഇവിടെ, 5 കല്ല് ഇവിടെ, 5 കല്ല് അങ്ങോട്ട്, മൊത്തം 5 കല്ല്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ സൈഡും ഇങ്ങനെ ചെയ്യാം. ഗ്ലാസ് ഇട്ടാണ്ടായിരുന്നു കുറച്ചുകൂടി അവിടെ ചെയ്യുക. ചടിക്കോ. ഓക്കെ, ഒക്കെ എടുത്തും ചെയ്യുക. എല്ലായിടത്തും ഇതേപോലെ തന്നെ സെയിം രീതിയിൽ. ഇപ്പോൾ ചത്തേനെ. ഇനി നമുക്ക് എവിടെ ഗ്ലാസ് ഇടാം? എവിടെയും കൂടി ഇടാണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി 5 അടിയിൽ നിന്ന് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി
ഇതൊരു 5 വെക്കുക, നമ്മുടെ സ്ലാബ് വെക്കുക, പിന്നെ 5 ബെഡ് വെക്കുക. അയ്യോ വീണ്ടും ചത്തോ. ഓക്കെ, നമുക്കൊന്ന് കിടക്കാം, നൈറ്റ് ആയിട്ടുണ്ട്. സെയിം സംഭവം തന്നെയാണ് എല്ലായിടത്തും ചെയ്യാനുള്ളത്. 5 ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അതാ ഞാൻ പറഞ്ഞത്, എന്നോട് ചെറുതായിട്ടൊന്ന് കിടക്ക് തെറ്റിപ്പോയതാണ്. ഓക്കെ ഗൈസ്, ചെറുതായിട്ട് ജലദോഷം പിടിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് പൊളിക്കാം. ഇനി നമുക്ക് അവിടെ ചുമര് കെട്ടിയിട്ട്, ഇത് കുറച്ച് കഷ്ടപ്പെട്ടു ഗൈസ് കെട്ടിയെടുക്കാൻ. ചുമര് കെട്ടി അതിൻ്റെ നേരെ മുന്നോട്ട് നോക്കുന്ന സ്ഥലത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു രണ്ട് കല്ല് വെച്ചിട്ട്, 2 വെച്ചിട്ട് ഒരു ചെറിയൊരു ഇത് എന്താ പറയുക, ഒരു ചെറിയൊരു സ്ഥലം പോലെ ഉണ്ടാക്കി കൊടുക്കുക. അവിടെയാണ് നമ്മുടെ സോംബീസ് സ്പോണാവുന്നത്. ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ എല്ലാ സ്ഥലവും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വില്ലേജസിനെയാണ്. ഒരു ഇതിൽ 5 വില്ലേജസ് വേണം നമുക്ക്. ടോട്ടൽ 5 അറിയുന്നേരം 20 വില്ലേജസ്. ഇവിടെ കൂടി ഒരു പണി ബാക്കിയുണ്ടായിരുന്നു. 20 വില്ലേജസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഇവിടേക്ക് തന്നെ പോകേണ്ടി വരും ഗൈസ്. ലാസ്റ്റ് ഗൈസ് ബെഡിന് വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടു ഗൈസ് ബെഡ് എടുക്കാൻ. കാരണം ഒരു ഷീപ്പിനെ കിട്ടാൻ തന്നെ കുറേ പണിയെടുത്തിട്ടാണ് ഷീപ്പിനെ എടുത്തത്. അങ്ങനെ നേരെ നമുക്ക് കുറച്ച് ഇതിങ്ങനെ എടുത്ത് കൊണ്ടുവരണം. ഒരു 20 ബോട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മുടെ അടുത്തുള്ള മുകളിൽ നമുക്ക് കുറച്ച് വുഡ് ഉണ്ട്. ആ വുഡ് എടുത്തിട്ട് നമുക്ക് പോയിട്ട് എന്താ പറയുക സെറ്റാക്കാം. അങ്ങനെ ഗൈസ് ബോട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഹോസിനെയും കൂടി എടുത്തിട്ടുണ്ട് ഗൈസ്. കുറച്ച് എന്താ പറയുക സംഭവങ്ങൾ ഉണ്ടായത് കൊണ്ട് അതിൻ്റെ സാധനമൊക്കെ സെറ്റാക്കി അതിനിട്ട് കൊടുത്ത്. ആ ഹോസിന് വേണ്ടി ദൂരേക്കൊന്നും പോകേണ്ട ആവശ്യം വന്നില്ല. നമ്മുടെ വില്ലേജിൽ തന്നെ ഉണ്ടായിരുന്നു വൈറ്റ് ഹൗസ്. സൂപ്പർ ഗൈസ്. ഇത് ഓരോന്നായിട്ട് വലിച്ചു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ എല്ലാം നമ്മൾ വലിച്ച് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി വെച്ചാൽ ഇതിനെ മുകളിലോട്ട് കയറ്റണം. അതിന് ചെറിയ സ്റ്റെപ്പ് പോലെ സെറ്റാക്കിയിട്ട് മുകളിലേക്ക് അങ്ങോട്ട് എടുക്കാം. ഇതായിരിക്കും നല്ലത്. ഓക്കെ, ഇവിടെയും കൂടി ഇടാം. ഇവിടെയും ഇവിടെ ഇനിയിപ്പോൾ സൈഡോട്ട് ഇടാം. നമുക്ക് കുറച്ച് കഷ്ടപ്പാടാണ് ഗൈസ്. ഇത് മുകളിലോട്ട് എത്തിക്കാച്ച കുറച്ച് കഷ്ടപ്പാടാണ്. കുറേ കഷ്ടപ്പെട്ട് ഗൈസ്. നേരെ ഒന്നിനെ നോക്കുക, മെല്ലെ കൊണ്ടുവരണം ഗൈസ്. 2 കൊണ്ടുപോയാലോ നോക്കാം. കയറിയാലോ? വാടാ, കയറി ഇവിടെ ഇതിലോട്ട് കയറി മെല്ലെ അവിടെ അവിടെ ഉണ്ടല്ലേ ഗൈസ്. അത് നടക്കൂല ഗൈസ്. ഓരോന്നിനെ കൊണ്ടുപോയിട്ടുണ്ട്. ലാസ്റ്റ് ഇങ്ങോട്ട് വാടാ. ലാസ്റ്റ് ഇത് ഇവിടുന്ന് വന്ന് സ്പൈഡറേ പോ. ലാസ്റ്റ് വേണ്ട ഗൈസ്. മെല്ലെ ഉരുട്ടി കയറ്റണം. മെല്ലെ അയ്യോ ഗൈസ്, അതിനാ മേലെത്തിച്ചിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ ചാടി ചത്ത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു കള്ളി പോലെ ഒരു സ്ക്വയർ പോലുള്ള ഷേപ്പിലേക്ക് മാറ്റണത്. അതിൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ തന്നെ എല്ലായിടത്തും സെയിം രീതിയിലൊരു സ്ക്വയർ പോലെയാക്കുക. അത്ര ഉണ്ട്. പിന്നെ ആ സ്ക്വയറിൻ്റെ മുകളിൽ കൂടി ഒരു കല്ല് കെട്ടാം ഗൈസ്. ഒറ്റ ലെയറല്ല 2 ലെയർ കെട്ടിക്കോ, ആയിരിക്കും നല്ലത്. പിന്നെ ലീഫാണ് വെക്കുന്നത്. പക്ഷേ നമുക്ക് ലീഫ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളൊരു പണിയിലായിരുന്നു. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇതുപോലെ ഒരു സംഭവം സെറ്റാക്കാം. ഇത് ഇവിടെ 2 1 2 4 ഇവിടെ വെക്കാം. ഓക്കെ, ഒരിത് വെല്ലുവിടാം. 3 ഇവിടെ വെള്ളം വെക്കും. അങ്ങനെ 4 സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഇട്ടിട്ടുണ്ട്. നൈറ്റ് ആയിരുന്നു ഗൈസ്. പെട്ടെന്ന് രാവിലെ ആക്കാൻ വേണ്ടിയല്ല, പണി മൊത്തം കഴിഞ്ഞിട്ട് ആക്കാൻ വിചാരിച്ച്. പിന്നെ നമ്മുടെ സൺസെറ്റ് കണ്ട ഗൈസ്. ഓക്കെ, പിന്നെ നമ്മൾ താഴെ പോയിട്ട് ക്യാമ്പ് ഫയറിൻ്റെ സംഭവങ്ങൾ എന്താണിത്? അയ്യോ ഗൈസ്, ഞാനാണെങ്കിൽ താഴേന്ന് ബെഡ് പൊട്ടിച്ചെടുത്തിട്ടാണ് വന്നത്. ഇത് എവിടെ നിന്നൊക്കെയാണോലും നമുക്കിവിടെ കിടന്നിട്ട് നാളെ രാവിലെ ആകുമ്പോൾ നമുക്ക് അവിടെ പോവാം. എണീച്ചോട്. ഗൈസ് ഉറങ്ങിയായിട്ട് നമുക്ക് നേരെ
അങ്ങോട്ട് പോവാം. കുറച്ച് സാധനം കൂടി എടുക്കണം അവിടുന്ന്. ഓക്കെ, എല്ലാം സെറ്റായിട്ടുണ്ട്, ഒന്നുമില്ലല്ലോ. ഓക്കെ, നമുക്ക് മേലോട്ട് പോകേണ്ട ആവശ്യം നമുക്കിനിയിപ്പം ഇല്ലെങ്കിലും നമുക്ക് അതിൻ്റെ മുകളിൽ നോക്കണം. അയൺ ഗോളല്ലേ ഇത്? എടാ എന്താടാ ഇത്? ഓ ഗൈസ്, ഒരു ലെയർ കൂടി കെട്ടാൻ പറഞ്ഞതാണ് ഗൈസ്. എനിക്കൊരു ചെറിയൊരു പണി കിട്ടിയതാ. അയൺ ഗോള് മേലോട്ട് കയറി താഴെ വരെ എത്തി ഗൈസ്. നമ്മുടെ സംഭവം വർക്കിംഗ് ആണേ. ഇത് വലിയതാ, പക്ഷേ അത് പോയി താഴോട്ട് ആ അയൺ ഗോള് താഴോട്ട് പോയി ഗൈസ്. ഇതേ ഒരുത്തന്നെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഞാനൊരു അടിയും കൊടുത്ത ഗൈസ്, പിന്നെ എന്നെ വിടുന്നില്ല. ഇതാണെങ്കിൽ വെള്ളത്തിലോട്ട് ചാടുന്നില്ല, എന്താ ചെയ്യുക? അയ്യോ എൻ്റെ പൊള്ളി, ഒരടി കിട്ടിയാൽ ഞാൻ ചത്ത്. വാടാ ഗൈസ്, നമ്മുടെ സംഭവം വർക്കിംഗ് ആണ്. അയൺ ഗോളം വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ബൈ.